കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. ചിലതൊക്കെ അസഹനീയമാണ് എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ തിരുത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ പൊട്ടിച്ചെറിയാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം എന്നും തടവറയിലാകും. നമ്മൾ ഒരാൾക്ക് നൽകുന്ന വാക്കാണ് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം. ഒരു ക്ഷമ പറച്ചിലിൽ എല്ലാം പൊറുക്കാൻ സാധിച്ചാൽ, ഒരു ചിരിയിൽ എല്ലാം മറക്കാൻ സാധിച്ചാൽ, അതാണ് ഏറ്റവും ശക്തമായ സ്നേഹബന്ധം. നിങ്ങളുടെ മൂല്യം നിങ്ങളിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണുകളിലല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ മടി വേണ്ട. അതിൽ അഭിമാനം നഷ്ടമാകുന്നില്ല, പകരം ബഹുമാനം ഉണ്ടാകുന്നു. ചേർന്നു നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്നു പോകുന്ന ഒരു മനസ്സും വേണം. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെ തന്നെ ജീവിതം. നമുക്ക് നന്നായി അറിയാം എന്ന് കരുതുന്ന ആളുകളാണെങ്കിലും അവരിലും ഉണ്ടാകും നമുക്കറിയാത്ത മറ്റൊരു മുഖം. ചുമതല കഴിഞ്ഞാൽ ചുമരിലെ വെറും ചിത്രങ്ങളായി ചുരുങ്ങിപ്പോകുന്നവരാണ് നമ്മൾ. പലർക്കും വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയവർ. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. പ്രതീക്ഷകൾ തെറ്റുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. അത് അഹങ്കാരം കൊണ്ടാണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തും. പക്ഷെ അനുഭവിച്ചവർക്കറിയാം അത് ആ മനസ്സിൻ്റെ വേദന കൊണ്ട് മാത്രമാണ് എന്ന്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളില്ലാത്തപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങൾ അവരെക്കാൾ മുന്നിലോ ഉയരത്തിലോ ആണെന്ന്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ വരദാനമാണ് ചിരി. അതിനെ ദേഷ്യം കൊണ്ട് മറയ്ക്കാനോ കണ്ണുനീർ കൊണ്ട് കഴുകാനോ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളെ വെറുക്കുകയും പുച്ഛിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നവർക്ക് വില നൽകാതിരിക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മൾ അവയെ സമീപിക്കുന്ന രീതി അനുസരിച്ചായിരിക്കും. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും. അതുവരെ കരുതിയതല്ല സത്യം എന്ന് തിരിച്ചറിയുമ്പോൾ ഒന്നുകിൽ എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കവും. തനിക്കുള്ള അറിവ് കൊണ്ട് ഒരാളെ അപമാനിക്കുമ്പോൾ അല്ല, മറിച്ച് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും അവർ അറിവുള്ളവർ ആകുന്നത്. ജീവിതം പലർക്കും ഒരു പരീക്ഷണമാണ്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ നോക്കി കാണുമ്പോഴാണ് ജീവിതം നമുക്ക് കുന്നോളം സന്തോഷങ്ങൾ തിരികെ നൽകുന്നത്. സത്യം എന്തെന്നാൽ, മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കിട്ടുന്ന ചെറിയ ഒരു അവസരം പോലും നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. നല്ലത് പറയാൻ കിട്ടുന്ന പല നല്ല അവസരവും നാം ഉപയോഗിക്കാറുമില്ല. കണ്ണിന് ആസ്വദിക്കാനേ അറിയൂ, സ്നേഹിക്കാൻ മനസ്സ് തന്നെ വേണം. അതുകൊണ്ടാവും കണ്ണിന് തോന്നുന്ന ഇഷ്ടത്തിനേക്കാൾ മനസ്സിൽ തോന്നുന്ന ഇഷ്ടത്തിന് ആയുസ് കൂടുതൽ. ഒരു സ്വാർത്ഥ വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ സ്വാധീനത്തിനപ്പുറത്താണ് നിങ്ങളുടെ ചിന്താഗതികൾക്കും സ്വപ്നങ്ങൾക്കുമുള്ള സ്ഥാനം.